വെൽക്കം ബാക്ക് ടു അദ്വൈസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ 5ാമത്തെ ദിവസത്തെ ലോങ് വീഡിയോ ചലഞ്ചിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മെയിനായിട്ട് എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ടാലൻ്റ് ഉണ്ട്, ഓരോരുത്തരുടെയായിട്ടുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മെയിനായിട്ട് അത് കണ്ടുപിടിക്കുക, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ആ ഒരു ഓരോരുത്തർക്കും എന്താ പറയുക, എല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് ആണ്. എല്ലാ മനുഷ്യർക്കും ഓരോ മനുഷ്യൻ്റേതായിട്ടുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടാലൻറ്റ് എന്താണെന്ന് വെച്ച് കണ്ടുപിടിക്കുക, ആ ടാലൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ടാലൻറ്റിൽ കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആക്കാൻ. ഡെയിലി ബേസിൽ എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണുള്ളത്. അപ്പോൾ ഈ 24 മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ടാലൻറ്റിൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വെറും ഒരു വേർഡ് മാത്രമല്ല. ഈ പാഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാഷനിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളെ പാഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളൊക്കെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് വ്യക്തികൾ ഇൻസ്റ്റഗ്രാം ത്രൂ യൂട്യൂബ് ത്രൂ ഒക്കെ ഒരുപാട് എന്നുവെച്ചാൽ ഓരോ ടാലൻറ്റിൽ വിശ്വസിച്ച് അതിൽ പണിയെടുത്ത് മീൻസ് ബാക്കി സറൗണ്ടിങ്സിലും ചുറ്റുവാക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട ആൾക്കാർ തന്നെയായിരിക്കും. നമ്മളൊക്കെ പോലെ തന്നെ ഒരുപാട് സീറോന്ന് വന്ന ആൾക്കാർ തന്നെയാണ് ഒരുപാട് മേലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളെ ടാലൻറ്റിൽ ചെറിയൊരു ടാലൻ്റ് ആയിക്കോട്ടെ വലിയ ടാലൻ്റ് ആയിക്കോട്ടെ, നിങ്ങളെ ടാലൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ ഒരു സ്വപ്നം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും, അത് ഉറപ്പാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ വെക്കാതിരിക്കുക. റിസൾട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡെയിലി ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഡേ വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ പാഷനിൽ മെയിനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു പ്രൊഫഷൻ ആക്കാൻ വരെ പാഷനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ ആ ഒരു പാഷനിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഫഷനാക്കി ഒരു വെൽ സെറ്റിൽ ആവാൻ കഴിയും. പക്ഷേ ഒരു പാഷൻ നിങ്ങൾക്ക് പ്രൊഫഷൻ ആക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിലെ നല്ല സ്ട്രഗിൾ അനുഭവിക്കപ്പെടും. തുടക്കത്തിൽ ആർക്കും പെട്ടെന്നൊന്നും സ്റ്റേബിൾ ആവാൻ കഴിയില്ല. അപ്പം അതിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക പല വഴികൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് കണ്ടുപിടിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങളെ ടാലൻറ്റിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഡെയിലി വൈസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നിങ്ങളെ ടാലൻറ്റിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുക. നിങ്ങൾ ആ ഫോക്കസ് കൊടുത്തിട്ട് ആ ടാലൻറ്റിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇന്നിപ്പോൾ ചെയ്ത കാര്യങ്ങൾ നാളെ ചെയ്യാതെ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഡെയിലി ഇങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ് ഇപ്പോൾ ലോങ് വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സെൽഫായിട്ട് തന്നെ നമുക്കൊരു ഇത് തോന്നും. നമ്മൾ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫിക്കേഷനാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊന്നും വിചാരിക്കേണ്ട, മടി വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ മുന്നിലുള്ള അവസരത്തെ തിരിച്ചറിയുക, നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നേറുക, അത്രേ പറയുള്ളൂ.